ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇൻ ദിസ് റെസിപ്പി നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ട് ഒരു ഉന്നക്കായാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുവാണെങ്കിൽ നല്ല അടിപൊളി പെർഫെക്റ്റ് ഷേപ്പിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അടിപൊളി ഫില്ലിങ്ങോട് കൂടി കുറച്ച് വെറൈറ്റി ഫില്ലിങ്ങോട് കൂടി നമുക്ക് ഈസി ആയിട്ട് ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഓർത്തിരിക്കാനുണ്ട്, അതൊക്കെ ഞാൻ ഇതിൽ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണുക. നമ്മൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ടും ചിക്കൻ ഒക്കെ ഫില്ല് ചെയ്തിട്ടും ഒക്കെ ഇപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കാണിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ഉന്നക്കായ ഒരു സ്പെഷ്യലായിട്ടുള്ള ഫില്ലിങ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 ഏത്തക്കായാണ്. ഏത്തക്കായ എടുക്കുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പഴുത്ത് പോകരുത്, പിന്നെ പച്ചയും ആയിരിക്കരുത്. മീഡിയം നമുക്ക് സാധാരണ കഴിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള പഴുത്ത ഇതേപോലെ ഏത്തക്കായ എടുക്കുക. 2 സൈഡിലും കട്ട് ചെയ്യുക. അതിനുശേഷം നടുക്ക് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന തട്ടിൽ ഇതേപോലെ ഒന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന്. അതിനുശേഷം ഇതേപോലെ കറക്റ്റായിട്ട് അങ്ങ് അടുക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് വേവിക്കുമ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, കറക്റ്റ് 10 മിനിറ്റാണ് വേവിച്ചെടുക്കാൻ പാടുള്ളൂ. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കിയെല്ലാം മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട്, അതായത് 8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് തുറന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ കൂടുതൽ നേരം വേവിച്ചാൽ വെള്ളം കെട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. കറക്റ്റ് 10 മിനിറ്റ് ക്ലോക്കിൽ നോക്കുക, എന്നിട്ടങ്ങ് വേവിക്കുക. അതിന് ശേഷം ഇങ്ങനെ തുറന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് ഓപ്പൺ ആക്കി വെക്കുക. അപ്പോഴേക്കും അതിൻ്റെ മുകളിലുണ്ടായിരുന്ന വെള്ളം മുഴുവനും വറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ വെള്ളം ഇരിക്കില്ല ഇങ്ങനെ എടുക്കുവാണെങ്കിൽ. ഇപ്പോഴും ഇതേപോലെ ഇത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എനിക്ക്. അപ്പോഴേക്കും നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കുറച്ചൊന്ന് തണുക്കാൻ മാത്രമേ പാടുള്ളൂ. ആ ചൂടോടെ തന്നെ നമുക്കിതൊന്ന് ഉടച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഞാനിതൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ തൊലിയുടെ ഒരു സൈഡിൽ അങ്ങ് പിടിക്കുവാണെങ്കിൽ ഇതേപോലെ അങ്ങ് ഊർന്ന് വീണോളൂ. ഇനി നമുക്ക് അതിൻ്റെ മുകളിലുള്ള നാര്, പിന്നെ ഉള്ളിലുള്ള ഒരു കറുത്ത നാരുണ്ടല്ലോ, അത് രണ്ടും ഒന്ന് മാറ്റി കൊടുക്കണം. മാറ്റിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, കാണാൻ കുറച്ചൊരു ലുക്ക് കുറവുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഉരുട്ടിയൊക്കെ വയ്ക്കുമ്പോൾ ഇതേപോലെ ആ കറുത്ത കായ് പോലെയുള്ള ഭാഗങ്ങളൊക്കെ കാണും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, മാറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് ഇതേപോലെ വേണമെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത്, ഞാൻ ഉപയോഗിക്കുന്നത് പൊട്ടറ്റോ സ്മാഷറാണ്. ഇങ്ങനെ ഈ ഒരു ഫോർക്ക് വെച്ച് ചെയ്യുമ്പോൾ ഒത്തിരി നേരം ഇതിനു വേണ്ടി ചിലവാക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ഒരു പൊട്ടറ്റോ സ്മാഷർ വെച്ചിട്ട് സ്മാഷ് ചെയ്ത ശേഷം ആണ് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കും. അപ്പോൾ ഇതേപോലെ നാരൊക്കെ കാണുന്നുണ്ട് ഇടയ്ക്കെങ്കിൽ അങ്ങ് എടുത്ത് മാറ്റിയേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ പൊട്ടറ്റോ സ്മാഷർ. പല രീതിയിൽ പല ആകൃതിയിലൊക്കെ കിട്ടും. ഞാനിപ്പോൾ ഈ റൗണ്ട് ഹോളുള്ളതാണ് മേടിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇതങ്ങ് സ്ക്യൂസായിട്ട് നല്ല മാവ് പോലെ അങ്ങ് വന്നോളും. ഫോർക്കൊക്കെ വെച്ച് ചെയ്യുന്ന അത്ര ഒരു ടൈം എടുക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ് കൊണ്ട് ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ഡോ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന മാവ് പോലെ അതിലും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടിരിക്കും, നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കും. ആ രീതിയിലുള്ള മാവായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, 1 മിനിറ്റിനുള്ളിൽ തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. അപ്പം നല്ല പോലെ മാഷായിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഒന്നുകൂടി എന്നാലും ഒന്ന് ഇതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഇതേപോലെ ഇരിക്കുന്ന ചെറിയ ചെറിയ ലംസൊക്കെ ഉണ്ടാവും. സോ ഇതിൻ്റെ പകുതി മാവ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പൾസ് അമർത്തി ഒന്ന് അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഈ ഡോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മാവ് കിട്ടുവാണെങ്കിൽ ഇത് വെച്ചിട്ട് ഉന്നക്കായ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നല്ല അടിപൊളിയായിട്ട് കിട്ടും, നല്ല പെർഫെക്റ്റ് ഷേപ്പിലും കിട്ടും കേട്ടോ. ബാക്കിയുള്ള ആ ഒരു പഴവും കൂടി ഇതേപോലെ തന്നെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ജാറിൻ്റെ വലിപ്പം അനുസരിച്ച് കുറച്ചായിട്ട് ചേർത്ത് അരച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റോളം വയ്ക്കുന്നുണ്ട്. ഈ ഒരു ഫില്ലിങ്സ് ഉണ്ടാക്കുന്ന സമയം മാത്രം ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ മാവിരിക്കുമ്പോൾ നല്ല പോലെ ഒന്ന് കട്ടിയായിട്ട് കിട്ടും, വെള്ളമയമൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പം ഞാനിനി ഈ ഒരു
ഇൻഗ്രീഡിയൻസ് എല്ലാം വച്ചിട്ടാണ് നമ്മുടെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു സ്പെഷ്യാലിറ്റി ഞാനിതിൽ ഡേറ്റ്സും കൂടി ചേർക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് അതും കൂടി ചേർക്കുമ്പോൾ. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യുടെ സ്വാദ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം, അല്ലെങ്കിൽ നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ നെയ്യ് തന്നെയാണ് ഇത് ചെയ്യുന്നത്. എനിക്കതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. നെയ്യ് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആദ്യം തന്നെ മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് വയ്ക്കുക. അതിനുശേഷം ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ഫില്ലിങ്സ് വേണം എന്നുള്ള അനുസരിച്ചിട്ടാണ് തേങ്ങയൊക്കെ എടുക്കുന്നത്. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ തേങ്ങയും അതിൻ്റെ അത്രയും അളവ് തന്നെ കാഷ്യൂ നട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കിസ്മിസ് ഇട്ടിട്ടുണ്ട്. കിസ്മിസ് കുറച്ചിടുക, കാരണം പുളിരസം കൂടുതലായിരിക്കും. അപ്പോൾ കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു വാളം ഇതേപോലെ കുരുവൊക്കെ കളഞ്ഞ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കുക. ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ഗോൾഡൻ കളർ ആയാൽ മാത്രം മതി. നല്ല ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റഫായി പോവും, ഒട്ടും തന്നെ വെള്ളമായി ഇല്ലാതായി പോവും. അപ്പോൾ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യില്ല. അപ്പോൾ നമുക്ക് അത്ര ടേസ്റ്റി ആയിട്ട് തോന്നില്ല. സോ ഇപ്പോൾ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഇത് ഓഫാക്കാം കേട്ടോ. ഓഫാക്കിയ ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അവസാനം പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കടിക്കാനും കൂടി കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര കൂടുതൽ ചേർക്കേണ്ട. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് മധുരമാവും. കാരണം പഴത്തിന് മധുരമാണ്, ഇതിൽ ചേർത്തേക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിനും മധുരമുണ്ട്. സോ ഒത്തിരി മധുരമായി കഴിഞ്ഞാലും ഒരു സ്വാദ് ഉണ്ടാവില്ല. സോ 1 ടേബിൾ സ്പൂൺ കറക്റ്റാണ്. ഇതിന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ട് ആറാൻ വയ്ക്കുക. ഞാൻ ഓൾറെഡി ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പഞ്ചസാര ചേർക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി ഒന്ന് ആറാനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് ഒന്നുകൂടി ഒന്ന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ബോളാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫില്ലിങ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കൂടുതൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ, ഉപ്പൊന്നും ചേർക്കാത്ത പിസ്തയോ ബദാമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കുറച്ചും കൂടി ഹെൽത്തി ആവും. പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഇതേപോലെ തേങ്ങയും കാഷ്യൂ നട്ട്സൊക്കെ വരുമ്പോൾ തന്നെയാണ്. എക്സ്ട്രാ ആയിട്ട് ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ സ്വാദം കൂടി വരും ഇത് ചേർക്കുമ്പോൾ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ബോളാക്കിയ ശേഷം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് മാവ്. അതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇന്നൂസ് വരുന്നുണ്ട്. ഓരോ സ്പൂൺ ഫില്ലിങ്സ് അവൾ എടുത്തിട്ട് പോകുന്നുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ ഈ ഒരു ഡിഷ്. അതുപോലെ ഈ ഒരു മാവിൽ വെള്ളം കൂടി പോവുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസോ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങ് ശരിയായിക്കോളും. ഫില്ലിങ്സ് ഇതേപോലെ ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ മതി. കയ്യിൽ ഞാൻ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാൻ നേരത്തെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കയ്യിൽ നല്ലപോലെ എണ്ണ തേച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ നല്ല ഒട്ടും തന്നെ പൊട്ടലൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഉന്നക്കായ റെഡിയായി കിട്ടും. നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ ഒന്ന് അത് നോക്കിയേക്കാം. ഇപ്പോൾ ഫുള്ള് ഉന്നക്കായയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. 7 ഉന്നക്കായാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോഴേക്കും ഒരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ ഇന്നൂസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ബാക്കി ഫില്ലിങ്സ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ ഫില്ലിങ്സും. ഇനി നമുക്ക് എണ്ണയൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മീഡിയം ഫ്ലെയിം ആകുമ്പോൾ തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഒത്തിരി ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല, കാരണം പഴം ഓൾറെഡി വെന്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിടുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ബ്രൗൺ കളറാക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആയാൽ മതി, അല്ലെങ്കിൽ ഉള്ളിൽ നല്ലപോലെ ഹാർഡായിട്ട് പോവും. ഇപ്പോൾ ഇതേപോലെ ചെറുതായിട്ടങ്ങ് കളർ മാറുമ്പോൾ എടുക്കുകയാണെങ്കിൽ ഉള്ളിൽ പഴം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. എടുക്കാൻ നേരത്ത് ജസ്റ്റ് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് എടുക്കുക. അപ്പോൾ എണ്ണ ഒട്ടും തന്നെ കുടിക്കുകയുമില്ല. അപ്പോൾ ഇതേപോലെ 3 എണ്ണം ഞാൻ പൊരിച്ചെടുത്തു. അപ്പോൾ ഒട്ടും തന്നെ ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചായിട്ട് നമുക്ക് ഉണ്ടാക്കി പൊരിച്ചെടുക്കാം.
അപ്പോൾ അതിനുശേഷം 4 ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തം ഉന്നക്കായയും ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. പിന്നെ ഇത് തണുക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. പിറ്റേ ദിവസം വരെ ഇരിക്കുവാണെങ്കിലും ഒന്നുകൂടി ടേസ്റ്റ് കൂടുള്ളൂ. തേങ്ങ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ടില്ലെങ്കിൽ ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ടോ, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഉന്നക്കായാണ്. ഉള്ളിൽ ആ മഞ്ഞ കളറിൽ പഴത്തിൻ്റെ കാണാൻ പറ്റും, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ്. അതുപോലെ അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്സ്, ആ ഡേറ്റ്സും കാഷ്യൂനട്ടും മുന്തിരിങ്ങയൊക്കെ കൂടി വെറുതെ കഴിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. Bye-bye. Enjoy your life. Enjoy cooking.